നമ്മള് ട്രാഫിക്കിലൊക്കെ നിൽക്കുമ്പോ ദേഷ്യം വരാറില്ല ചില സമയത്ത്. അല്ലെങ്കിൽ നമ്മളെ പറ്റി ആരെങ്കിലുമൊക്കെ മോശം അഭിപ്രായം പറഞ്ഞാല് നമുക്ക് അന്നത്തെ ദിവസം അതിനെ കുറിച്ച് ചിന്തിച്ച് നമ്മുടെ മൂഡ് മൊത്തം പോയിട്ടുണ്ടാവും. അന്നത്തെ മൊത്തത്തിൽ നമ്മുടെ കാര്യങ്ങൾ അവതാളത്തിലായിട്ടുണ്ടാവും. എന്നാല് സത്യത്തിൽ ഇത് ആ പറയുന്ന ആളുകളുടെ പ്രശ്നമാണോ അതോ ട്രാഫിക്കിന്റെ പ്രശ്നമാണോ? അല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മൾ അതിനെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രശ്നം. ആ പറഞ്ഞ ആളെ കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നു. അവർ പറഞ്ഞത് കാരണം ഞാൻ വളരെ മോശക്കാരനായി എന്ന് ചിന്തിക്കുന്നു. ട്രാഫിക്കിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് മാത്രമാണ് ഇത് ബാധിക്കുന്നത് എന്ന് ചിന്തിക്കുന്നു. ഇതൊക്കെയല്ലേ പ്രശ്നം? പുരാതന ചക്രവർത്തിമാരുമൊക്കെ ഇങ്ങനെ വരുന്ന പ്രശ്നങ്ങളെ നേരിടാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു ഫിലോസഫിയാണ് സ്റ്റോയിസിസം എന്ന് പറയുന്നത്. ഈ സ്റ്റോയിസിസം എന്നാൽ എന്താണ്, അല്ലെങ്കിൽ അത് ഇന്നത്തെ കാലത്ത് എന്താണ്, അതിന്റെ പ്രസക്തി എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. സ്റ്റോയിസിസം എന്നത് പുതിയ കാര്യമൊന്നുമല്ല. ഏകദേശം 2300 വർഷങ്ങൾക്ക് മുമ്പ് സീന എന്ന ഒരാളാണ് ഈ ആശയം തുടക്കമിട്ടത്. അതിനുശേഷം റോമൻ സാമ്രാജ്യത്തിൽ അത് ഒരുപാട് വളർന്ന് പന്തലിച്ചു. ആ ചിന്തകൾ പലരും അതിനെ നെഞ്ചിലേറ്റി നടന്നു. ഈ കാര്യം പറയുമ്പോൾ മാർക്കസ് ഒറേലിയസ് എന്ന ഒരാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഒരു സന്യാസിയൊന്നും ആയിരുന്നില്ല. യഥാർത്ഥത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിന്റെ അധിപനായ ചക്രവർത്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ നാട്ടിലെ യുദ്ധങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ വരുമ്പോൾ, അതുമല്ലെങ്കിൽ സ്വന്തം കൊട്ടാരത്തിൽ തന്നെ നടക്കുന്ന ചതിപ്രയോഗങ്ങൾ വരുമ്പോൾ അദ്ദേഹം സ്വന്തം മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന തത്വമാണ് ഈ സ്റ്റോയിസിസം എന്നത്. അദ്ദേഹം തന്റെ ഡയറി കുറിപ്പുകൾ എഴുതി വെച്ചിരുന്നു. ഈ ഡയറി കുറിപ്പുകളാണ് പിൽക്കാലത്ത് മെഡിറ്റേഷൻ എന്ന പേരിൽ വളരെ ലോകപ്രശസ്തമായ ഒരു പുസ്തകമായി മാറിയത്. അദ്ദേഹം അങ്ങനെ, അതായത് ഇത്രയും വലിയ ചക്രവർത്തിമാർ പോലും സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ ശീലിച്ചിരുന്നു എന്നത് കാണുമ്പോൾ നമുക്കൊക്കെ എത്രയധികം അതിന്റെ ആവശ്യമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സത്യത്തിൽ സ്റ്റോയിസിസത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഡൈക്കോട്ടമി ഓഫ് കൺട്രോൾ എന്നാണ്. വളരെ വലിയ കാര്യമൊന്നുമല്ല അത്. അതായത് ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് രണ്ടായി തരംതിരിക്കാൻ കഴിയും. ഒന്ന്, നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യങ്ങൾ. രണ്ട്, നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് വേവലാതിപ്പെടാതിരിക്കാൻ നാം പഠിക്കണം. ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, മഴ പെയ്യുമ്പോൾ മഴ നാളെ പെയ്യുമോ ഇല്ലേ, അതല്ലെങ്കിൽ പെയ്യാതിരിപ്പിക്കാൻ നമുക്ക് കഴിയില്ല. അതിൻ്റെ അകത്ത് നമുക്കൊരു കൺട്രോളും ഇല്ല. എന്നാൽ മഴ പെയ്യുമ്പോൾ കൊട ചൂടുക അല്ലെങ്കിൽ കുട എടുക്കുക എന്നത് നമ്മുടെ കൺട്രോളിലല്ലേ. അതുപോലെ വേറൊരാൾ നമ്മെ പറ്റി എന്തെങ്കിലും മോശമായി പറഞ്ഞാൽ അതിനെപ്പറ്റി വേവലാതിപ്പെടേണ്ട കാര്യമില്ലല്ലോ. കാരണം അവരുടെ കാര്യമാണ് അവർ പറയുന്നത്, നമുക്കൊന്നും അതിൽ ചെയ്യാനില്ല. മറ്റൊരാൾ നമ്മളെ എങ്ങനെ നമ്മളെ കുറിച്ച് എങ്ങനെ ചിന്തിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്നാൽ അവരെ കുറിച്ച് നമ്മൾ എങ്ങനെ ചിന്തിക്കാം എന്ന് നമ്മുടെ കൺട്രോളിലാണ്. അല്ലെങ്കിൽ അവരുമായി നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്നത് നമ്മുടെ കൺട്രോളിലാണ്. ഈ കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്ത് സംഭവിക്കുമ്പോഴും നമ്മുടെ ശക്തി ചോരാതെ നിലനിൽക്കുക, കെയർ ചെയ്യാതിരിക്കുക എന്ന കാര്യം. അതായത് നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യത്തിൽ നമുക്ക് ഒരിക്കലും കെയർ ചെയ്യാൻ പറ്റില്ലല്ലോ, കെയർ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തേത്, മറ്റുള്ളവരുമായി നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക. അതായത് വേറൊരാള് നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ടാൽ നമ്മൾ കമ്പയർ ചെയ്യാതിരിക്കുക. അപ്പോ ഈ സ്റ്റോയിസിസം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ ഇന്റർനെറ്റ് യുഗത്തിൽ എന്താണ് പ്രസക്തി എന്ന് നിങ്ങൾ ചോദിക്കാം. എന്നാൽ സത്യത്തിൽ ഇന്നത്തെ കാലത്താണ് അതിന് കൂടുതൽ പ്രസക്തി ഉണ്ടാവുന്നത്. ഒരു കാര്യം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു വിഷമമാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റീല് കാണുമ്പോഴോ
അല്ലെങ്കിൽ യൂട്യൂബിലെ വീഡിയോ കാണുമ്പോഴോ മറ്റുള്ളവർ അവരുടെ കാറിനെ പറ്റി പറയുന്നുണ്ടാവും, അവരുടെ വീടിനെ പറ്റി കാണിക്കുന്നുണ്ടാവും. ഇതൊക്കെ കാണുമ്പോൾ നാം ഒന്നുമല്ല, നാം വളരെ മോശക്കാരാണെന്ന് എന്ന ഒരു വിഷമവും ഒരു നൈരാശ്യവും നമുക്കുണ്ടാകും. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നത് കൊണ്ടാണ്. ഈ കമ്പാരിസൺ നമ്മൾ എന്ന് നിർത്തുന്നോ അന്നു മുതലേ നമുക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ എന്നാണ് സ്റ്റോയിസിസം പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കൺട്രോളിലില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് വിഷമിക്കുക. അതും നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ സ്റ്റോയിസിസം പറയുന്ന പല കാര്യങ്ങളും പ്രാവർത്തികമാക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷകരമായും ശാന്തമായും സമാധാനത്തോടെയും ജീവിക്കാൻ കഴിയുമെന്ന് പറയുന്നു. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെല്ലാവരും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. കൂടുതൽ സ്റ്റോയിസിസത്തിനെ കുറിച്ച് പഠിക്കുക. കൂടുതൽ ഈ വിഷയത്തിൽ എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് പറയണമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് പഠിച്ച് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക. നന്ദി.